അയൽപക്കത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു നാട്ടുകാരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു മാതൃഭാഷക്കാരായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ കുടുങ്ങിയത് തന്നെ. അപ്പൊ അവൻ പറയും, എന്താ പടച്ചോനെ, അവൻ എന്തൊക്കെ ചെയ്തിരുന്നു അതൊക്കെ ഞാനും ചെയ്തിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, അപ്പവൻ അടുത്ത അടവ്, അവൻ ചെയ്യുന്നതൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. ഞാനൊക്കെ മൗലിദൊക്കെ നല്ല ഓതുന്ന ആളായിരുന്നല്ലോ, ഞാൻ നന്നായിട്ട് ഇബാദത്ത് ചെയ്യുന്ന ആളായിരുന്നല്ലോ, പടച്ചോനെ ഞാൻ മദ്യപിക്കാറില്ലായിരുന്നു, ഞാൻ വ്യഭിചരിക്കാറില്ലായിരുന്നു. ഇങ്ങനെ ഓരോന്ന് ഇവരിങ്ങോട്ട് പറയുന്നു. പറഞ്ഞാൽ പച്ച കള്ളം പറയാം, രക്ഷപ്പെടാൻ പറ്റുമോ നോക്കാം. ദുനിയാവിൽ അങ്ങനെയാണല്ലോ, ആകെ ദുനിയാവിൽ നമ്മൾ സലാമത്തായത് കളവുമല. എല്ലാ കേന്ദ്രത്തിലും കളവ് പറഞ്ഞിട്ട് രക്ഷപ്പെട്ട അനുഭവമേ ദുനിയാവിലുള്ളൂ. അപ്പൊ തൽക്കാലം പടച്ചോന്റെ മുമ്പിൽ ഇത് നടക്കുന്നു കരുതിയിട്ട് ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക, പയറ്റി നോക്കുക, നടക്കുമോ? റസൂലുള്ളാഹി പറയുന്നു, നടക്കൂല. അല്ലാഹ് പറയും, അലമഹദിയിലേക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, ബനു ആദമേ, ആദമിന്റെ മക്കളെ, നിങ്ങൾ പിശാചിനെ അനുസരിക്കണ്ട, പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? വഅനിഅ്ബുദൂനി, നിങ്ങൾ എന്നെ മാത്രം ആരാധിച്ചോ. ഹദാ സിറാത്തും മുസ്തഖീം, ഇത് നേരായ മാർഗ്ഗമാണ്. ആ സിറാത്തും മുസ്തഖീമിലൂടെ വരാൻ പറഞ്ഞിട്ട് നീ എന്തേ വളഞ്ഞത്? വളയാൻ പാടില്ല. അവിടെയാണ് ഒരു യഥാർത്ഥ സുന്നിയായി സിറാത്തും മുസ്തഖീമിൽ ജീവിക്കുക. ആ വിഷയങ്ങൾ എനിക്കിപ്പോൾ പറയാൻ സമയമല്ല, അതൊക്കെ പിന്നെ എപ്പോഴെങ്കിലും പറയാം. ഇപ്പം നമ്മുടെ വിഷയത്തിൽ തന്നെ ഒതുങ്ങാം. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ, മാത്രല്ല ഈ പഹയൻ നിങ്ങളെ കൂട്ടത്തുനിന്ന് എത്ര ആളുകളെ ആ പഴപ്പിച്ചത്. അഫലം തകൂനു തഖിറൂൻ, അതൊന്നും കണ്ടിട്ട് നിങ്ങൾ പാഠം പഠിച്ചില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നവരായിരുന്നില്ലേ? അള്ളാഹു ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പിശാച്ച് പഴപ്പിച്ചു. അപ്പൊ ഇവൻ പറയും, അതൊന്നുമില്ല പടച്ചോനെ, അതൊക്കെ ഈ വെറുതെ പറയാ, ഞങ്ങളൊക്കെ നല്ല നിലക്ക് നടന്നോല. അപ്പൊ അള്ളാഹു പറയടോ, ഇതൊക്കെ റസൂലുള്ളാഹി ഇങ്ങനെ വിശദീകരിക്കുക. തഫ്സീർ ദുർറുൽ മൻസൂറിലാണെന്നാണ് എൻ്റെ ഓർമ്മ. പണ്ട് സൂറത്തു യാസീൻ 20 ദിവസം നമ്മളിവിടെ വിശദീകരിച്ചിരുന്നു. കുറെ മുമ്പ് 20 ദിവസം സൂറത്തു യാസീൻ വിശദീകരിച്ചിരുന്നു. അന്ന് നോക്കിയപ്പോൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ കണ്ട ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയാൻ, അപ്പൊ അള്ളാഹു പറയടോ, നിന്നെ കൊണ്ട് വലഞ്ഞല്ലോ. കാരണം നീ ഉള്ള വേണ്ടാത്തരൊക്കെ ദുനിയാവിൽ ചെയ്തു, എന്നിട്ട് ഇവിടെ വന്നിട്ട് കണ്ണടച്ച് പറയാ, അല്ലല്ല ഞാൻ നല്ല കുട്ടിയേനീ. തൽക്കാലി നടക്കൂല മോനെ, ഏതായാലും ഇവന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇതാ ഞാൻ പറഞ്ഞ ബോധ്യപ്പെടുത്തലിന്റെ അവസാന ചിത്രം അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ അള്ളാഹ്ക്ക് ഇതിനൊക്കെ ഇവന്റെ ഒപ്പം ഇങ്ങനെ വെക്കണോ? ഇവൻ പറയണൊക്കെ അള്ളാഹ് കേൾക്കണോ? അള്ളാഹ്ക്ക് ഉറപ്പാണല്ലോ ഇവൻ തെറ്റ് ചെയ്തു. ഇവനെ പിടിച്ചിട്ട് നരകത്തിക്കാട് എറിഞ്ഞാൽ പോലെ എറിയൂല, എനിക്ക് ബോധ്യപ്പെട്ടിട്ട് എന്നെ ശിക്ഷിക്കൂ. അതാണ് അള്ളാഹുവിന്റെ നീതി. പടച്ച റബ്ബിനോളം നീതിയുള്ള ഏത് രാജാവാ ഉള്ളത്? ചിന്തിച്ചു നോക്ക്. ശരിക്ക് നീതി തരികയാണ്, ശരിക്ക് നീതി തരികയാണ്. അള്ളാഹു പറയും, മോനെ ഈ സമ്മതിക്കണമെങ്കിൽ എന്തു വേണം? ഉടനെ തന്നെ മലക്കളെ വിളിക്കും. മലക്കളെ വരി, ഞാൻ ഇവന്റെ കർമ്മരേഖയൊക്കെ എഴുതി വെക്കാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, സാലിഹായ അമലുകളും ചീത്തയായ അമലുകളും ഒന്ന് വായിച്ചാട്ടെ. ഇവർ ഈ കിതാബ് വായിക്കുമ്പോൾ അവൻ അന്തം വിടുക. പഠിച്ചോനെ, മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. പഠിച്ചോനെ, എത്ര സമഗ്രമായ ഗ്രന്ഥാണിത്. ഞാൻ ചെയ്ത ഒരു ചെറുതും വലുതും ഒന്നും ഇത് വിട്ടിട്ടില്ല, എല്ലാം കൃത്യമായി ക്ലിപ്തമാക്കിയിട്ടുണ്ട്. എല്ലാം ഇത് ക്ലിപ്തമാക്കി വെച്ചിട്ടുണ്ടല്ലോ പടച്ചോനെ, ഇതിലില്ലാത്ത ഒരു വർത്താനമില്ലല്ലോ. ഞാൻ എവിടേക്കെങ്കിലും ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതുണ്ട്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ട്, എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുണ്ട്. ഇനി എങ്ങനെ എനിക്ക് സലാമത്ത് കിട്ടുക? ഇതാരോടാ പറയാ? പൊതുജന സമക്ഷത്തിലല്ല, ഇവന്റെ നഫ്സിനോട് പറയുന്നു. മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എന്തിനാ നഫ്സിനോട് പറയുന്നത്? പറയാൻ കാരണം ഇനി അവൻ ഇനിയും നിഷേധിക്കാൻ പോവുകയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരങ്ങ് പോകുമ്പോൾ അവൻ ചോദിക്കത്രേ, പടച്ചോൻ എപ്പോൾ വന്നിട്ട് ആ റെക്കോർഡ് വായിച്ച അവരാരാ ഒന്ന് പറഞ്ഞു തരുമോ? ഇപ്പൊ ഇവിടെ വന്നിട്ട് റെക്കോർഡ് വായിച്ചു പോയാൽ അവരാരാ? അവര് നിന്റെ അമലുകൾ എഴുതി വെക്കാൻ വേണ്ടി ഞാൻ ഏൽപ്പിച്ച എൻ്റെ മുഖറബീങ്ങളായ മലക്കുകൾ, എൻ്റെ അടിമകൾ. അവരടിമകളാലേ? ഞാനും നിന്റെ അടിമയല്ലേ? അതെ. എനിക്ക് തെറ്റു പറ്റായെങ്കിൽ അവർക്കും തെറ്റു പറ്റിക്കൂടെ പടച്ചോനെ? ഉണ്ടോ? എൻ്റെ പേരിൽ പച്ചക്കള്ള എഴുതി വെച്ചതാണ്. ഇതൊക്കെ റസൂലുള്ളാഹി തങ്ങൾ ഹദീസിലൂടെ പഠിപ്പിച്ചതാണ്. പച്ചക്കള്ളം എഴുതി വെച്ചതാണ്. മലക്കുകളെ വരെ വിടില്ല നമ്മൾ. അവരെ വരെ കുറ്റം ആരോപിച്ച് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നോക്കും. അതാ ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ അള്ളാഹ്ക്ക് നോക്കണം, പിടിച്ചാണ്ട് വലിച്ചെറിഞ്ഞാൽ പോരെ? കാരണം അത് ശരി, ഇവിടെ വന്നിട്ട് നമ്മളെ പഠിപ്പിക്കാലെന്ന് ചോദിച്ചാൽ പോരെ? ഇല്ല, അള്ളാഹു ചെയ്യൂല. അള്ളാഹ് എനിക്ക് ബോധ്യപ്പെട്ടിട്ട് എന്നെ ശിക്ഷിക്കുള്ളൂ. അത് കാണാൻ പോവാണ്. അള്ളാഹു പറയടോ, ഇവിടെയാണ് വലഞ്ഞത്. എൻ്റെ സാലിഹീങ്ങളായ, എൻ്റെ മുഖറബീങ്ങളായ മലക്കുകളെ അടക്കം തെറ്റെന്താണെന്ന് ചെയ്യാത്ത, പറഞ്ഞതിനെതിരു ചെയ്യാത്ത വിഭാഗമാണല്ലോ മലക്കുകൾ. അവരെ അടക്കം നിങ്ങള് തെറ്റാക്കി അവരടക്കം തെറ്റ് ചെയ്തവരാണെന്ന് ചിത്രീകരിക്കേ.
എന്നാലൊരു കാര്യം വേണം, അവരുടെ പരിശുദ്ധി ഒന്നും അള്ള പ്രസംഗിക്കാൻ നിൽക്കുകയല്ല. അള്ളാഹു പറയും, ഈ സമ്മതിക്കണമെങ്കിൽ ഇപ്പൊ എന്തു വേണം, അത് ഈ പറഞ്ഞു എനിക്ക് വിട്ടുന്നു. നീ സമ്മതിക്കണമെങ്കിൽ എന്തു വേണം, നീ പറഞ്ഞാൽ നിനക്കങ്ങ് വിട്ടുതന്നു. അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് പറയുമല്ലോ, പഠിച്ചോനെ ഈ പറഞ്ഞിട്ട് സ്വീകരിക്കൂല, നല്ല പരിപാടിയാ, ഈ പറഞ്ഞിട്ട് സ്വീകരിക്കൂല. പിന്നെയോ മലക്കൾ പറഞ്ഞിട്ടും വിശ്വസിക്കൂല. റിക്കാർഡും രേഖയൊന്നും ഇവിടെ കൊണ്ടുവന്ന് വായിക്കണ്ട. എന്നെ ശിക്ഷിക്കണമെങ്കിൽ തെറ്റു ചെയ്തു എന്ന് ഞാൻ ഏറ്റു പറയണം, അപ്പൊ നിനക്ക് എന്നെ ശിക്ഷിക്കാം. അത് ഏറ്റു പറയൂല എന്ന് വന് ധൈര്യമാണ്. ഞാൻ എന്തായാലും ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയൂല എന്ന് വന് ധൈര്യമാണ്. അങ്ങനെ മനുഷ്യൻ പറയൂ അത്രേ. പടച്ചോനെ അപ്പുറം അള്ളാഹു ചോദിക്കത്രേ, എന്നാലേ ഇങ്ങനെ ആകുമ്പോ ഈ മാറൂലല്ലോ, നീ പറഞ്ഞു കഴിഞ്ഞാൽ, നീ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നെ ശിക്ഷിച്ചൂടെ? അതാവാം. കാരണം എന്താ, ഇവൻ ദുന്യാവിൽ കുറെ പരിചയമുള്ളതാണ് അല്ലേ. എത്രയോ പിടിച്ചിട്ട് CBI ഒക്കെ പിടിച്ച് ഒരുപാട് മുട്ടി നോക്കിയിട്ടുണ്ട്, പറഞ്ഞിട്ടില്ല മോൻ. അപ്പൊ നല്ല പരിചയമുള്ളത് കൊണ്ട് കുറച്ചൊക്കെ പിടിച്ചു നിൽക്കാന്നുള്ളത് തന്നെ അവന്റെ ധൈര്യം. കള്ളം തന്നെ പറയണം. ബോധ മനസ്സ് എപ്പോഴും കള്ളയെ പറയൂ, അല്ലെ പിന്നെ അബോധ മനസ്സിനോട് ചോദിക്കണം, അപ്പോഴേ സത്യം പറയൂ. അതിനാണ് ഹിപ്നോട്ടിസം നടത്തുന്നത്. ഹിപ്നോട്ടിസം നടത്തിയാൽ പിന്നെ സത്യം പറയും. കള്ളം പറയാൻ കഴിയും, അബോധ മനസ്സ് സത്യം പറയും. പക്ഷെ അവിടെയും കള്ളം പറയുന്ന ചില മിടുക്കന്മാരുണ്ടത്രേ, അവരാണ് മിടുക്കന്മാർ. ഹിപ്നോട്ടിസം നടത്തിയാലും കള്ളം തന്നെ പറയുന്നവരുണ്ടത്രേ, അതിലും പരാജയപ്പെടല. ഹിപ്നോട്ടിസം നടത്തിയിട്ട് പരാജയപ്പെടുന്നവരുണ്ട്, അവർ ഭയങ്കര സമർത്ഥന്മാരാ. അതുകൊണ്ട് ഇവർ പരലോകത്തൊരുന്നവര നോക്കാനുള്ള തീരുമാനം തന്നെയാ. ഒരു നോക്കൊന്ന് നോക്കിക്കളയാം, നടക്കൂല. അത് അള്ളാഹുവിന്റെ കോടതിയാ. അള്ളാഹു തആല ഉടനെ തന്നെ അടുത്ത ആയത്ത്, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. പടച്ചോനെ, അല്ല പറയുന്ന അൽയൗമ നഖ്തിമു, ആ ദിവസം നമ്മൾ മുദ്ര വെക്കും, അലാ അഫ്വാഹിഹിം, അവരുടെ വായിന് നമ്മൾ ശീലുവെക്കും. അവരുടെ വായിന് നമ്മൾ ശീലുവെക്കും. അതിനു മുമ്പ് ആദിഹി ജഹന്നമുല്ലത്തി കുന്തും തുഅദൂൻ ഇസ്ലൗഹ